നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ വിപണിയിൽ വടംവലി, ഏലക്ക ലേലത്തിൽ കുതിപ്പ്. ആഗോള റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ നിക്ഷേപകരും ഊഹക്കച്ചവടക്കാരും തമ്മിൽ അതിശക്തമായ വടംവലി. ജപ്പാനിൽ തുടർച്ചയായ മൂന്നാം ദിവസവും റബ്ബർ അവധി വില കിലോ 421 യെന്നിനെ ചുറ്റിപ്പറ്റി നിലകൊണ്ടു. തായ്ലൻഡ് അടക്കമുള്ള ഉൽപ്പാദന രാജ്യങ്ങളിൽ ടാപ്പിംഗ് രംഗത്ത് ഉണർവ് കണ്ട് ഫണ്ടുകൾ നിക്ഷേപം അല്പം നിയന്ത്രിച്ചു. തായ് മാർക്കറ്റായ ബാങ്കോക്കിൽ ഷീറ്റ് കിലോ 283 രൂപയിൽ വിപണനം നടന്നു. കൊച്ചിയിൽ 4 ഗ്രേഡ് കിലോ 276 രൂപ. വിയറ്റ്നാം കുരുമുളക് ഇന്ന് വില ഉയർത്തി കിലോ 4000 ഡോങ് വർദ്ധിപ്പിച്ച് 1,39,000 ഡോങ് ആക്കിയെങ്കിലും ചെറുകിട വിപണികളിൽ വിൽപ്പനക്കാർ കുറവാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യത കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും തുടർച്ചയായ മൂന്നാം ദിവസവും വില സ്റ്റഡിയാണ്. കൊച്ചിയിൽ അൺകാർബിഡ് കുരുമുളക് കിലോ 696 രൂപ. വണ്ടൻമേട് നടന്ന ഏലക്ക ലേലത്തിൽ മികച്ച ഇനങ്ങൾ ഈ വർഷത്തെ ഏറ്റവും ആകർഷകമായ തലത്തിലേക്ക് കുതിച്ചു. കിലോ 4610 രൂപയിലാണ് ഇടപാടുകൾ നടന്നത്. ശരാശരി ഇനങ്ങൾ 2844 രൂപയിലും കൈമാറി. ആഭ്യന്തര ഇടപാടുകാരും കയറ്റുമതിക്കാരും ഏലക്ക സംഭരിക്കാൻ രംഗത്തുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം അടുത്ത മാസം ഉൽപ്പാദനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരില്ലെന്ന സൂചന കാർഷിക മേഖലകളിൽ നിന്നും പുറത്തു വന്നത് വാങ്ങലുകാരെ നിരക്കുയർത്താൻ പ്രേരിപ്പിച്ചു. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില ജൂൺ 10 ശേഷം ആദ്യമായി ക്വിൻ്റലിന് 100 രൂപ വർദ്ധിച്ച് 22,300 രൂപയായി. ഇതിൻ്റെ ചുവട് പിടിച്ച് കൊപ്ര വിലയിലും മാറ്റം സംഭവിച്ചു. തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണയ്ക്ക് 500 രൂപയും കൊപ്രയ്ക്ക് 300 രൂപയും ഉയർന്നു. വിപണിയുടെ അടിയൊഴുക്ക് കണക്കിലെടുത്താൽ മാർക്കറ്റ് ചൂടുപിടിക്കുമെന്ന് ഇന്നലെ സൂചന നൽകിയിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.